മാതൃഭൂമി കോർ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ പൂർണ്ണമായും പുറത്തുവിട്ട് കഴിയുമ്പോൾ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും വാദിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് 100-ലധികം സീറ്റ് നേടാൻ കഴിയില്ല എന്നാണ് അവരുടെ സർവേ ഫലങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഈ സർവേകളുടെ പരിമിതികളെ പറ്റി വ്യക്തമായി അറിയാവുന്നവരാണ് മലയാളികളെങ്കിൽ പോലും സർവേകളെ 100% തള്ളിക്കളയുവാനോ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുവാനോ കഴിയില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികൾക്ക് ഇത്തരം സർവേ ഫലങ്ങൾ അവരുടെ പരിമിതികളെ മറികടക്കാൻ അവർക്കൊരു താങ്ങായിരിക്കും എന്നുകൂടി നമ്മൾ അംഗീകരിക്കുന്നു. നോക്കൂ, സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ സർവേ ഫലത്തിൽ നിന്ന് അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ തരത്തിലുള്ള കാറ്റ് ശക്തമല്ലെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 66 മുതൽ 78 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നും ഈ സർവേ പറയുമ്പോൾ അപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യതയും അത്ര കുറച്ചവർ കാണുന്നില്ല. 62 മുതൽ 72 സീറ്റുകൾ വരെ UDF നേടാൻ അവസരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവർ പറയുന്നത് സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിൽ അതിനേരിയ മുൻതൂക്കം UDF LDF ഉള്ള മണ്ഡലങ്ങൾ, അവിടെ ആര് ജയിക്കും എന്നതായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ ഫലത്തെ തീരുമാനിക്കുന്നത്. ഈ 12 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം LDF വിജയിച്ച 10 മണ്ഡലങ്ങളും UDF വിജയിച്ച വടകര, പേരാവൂർ തുടങ്ങിയ 2 മണ്ഡലങ്ങളും അതിൽപ്പെടുന്നു. ഇനി 4% മാത്രം സർവേയിൽ മുൻതൂക്കം ലഭിച്ച മുന്നണികളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് 18 ഇടങ്ങളിൽ നെക്ക് ടു നെക്ക് പോരാട്ടം 4% മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 30 സീറ്റുകളിലെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ മുന്നണികൾ ജനങ്ങളുടെ മുകളിൽ നടത്തുന്ന സ്വാധീനം അതിനിർണായകമായിരിക്കും.